പടച്ചനാഥൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നാം ജീവിക്കുന്ന കാലമത്രയും തഖ്വയുള്ള യഥാർത്ഥ മുത്തക്കികളും മുവഹിദുകളുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെയും അറിയാവുന്ന ഒരു കഥയാണ്. ഒരു ദേശാടന പക്ഷി അത് ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ യാത്ര ചെയ്തിട്ട് ഒരു മലയുടെ മുകളിൽ വന്ന് അത് വിശ്രമിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ആ സമയത്ത് ആ പർവ്വതത്തിൻ്റെ ഭാഷയിൽ ആ പക്ഷിയോട് ചോദിച്ചു, നീ എവിടെയെല്ലാം സഞ്ചരിച്ചു, നീ എവിടേക്കൊക്കെ പോയിരുന്നു? ആ പക്ഷി അതിൻ്റേതായ ഭാഷയിൽ ലോകത്ത് കണ്ട അത്ഭുതങ്ങൾ ഓരോന്നോരോന്നായി ആ ദേശാടന പക്ഷി ആ പർവ്വതത്തിന് പറഞ്ഞു കൊടുത്തു. അവസാനം ഒരു പരിഹാസ രൂപത്തിൽ പക്ഷി ചോദിച്ചു, ഞാൻ ഈ ലോകമൊക്കെ ചുറ്റി സഞ്ചരിച്ചിട്ട് നീ ഒരു വലിയ പർവ്വതമായി ഇവിടെ നിൽക്കുന്നു എന്നല്ലാതെ നിന്നെക്കൊണ്ട് എന്ത് കാര്യമാണ് ഉണ്ടാകുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ പർവ്വതം പറഞ്ഞത്, നിനക്ക് സൃഷ്ടാവായ അല്ലാഹു പറക്കുവാനുള്ള ഈ ചിറകുകൾ തന്നുവെങ്കിൽ എനിക്ക് വേരുകളുള്ള, ഉറപ്പുള്ള, ആഴത്തിൽ വേരുകളുള്ള ഒരു ദൃഢതയാണ് എനിക്ക് നൽകിയത് എന്ന് ആ പർവ്വതം പറയുന്നതിനിടയിൽ ആ പക്ഷിയെ ഒരു പരുന്ത് വന്ന് റാഞ്ചി കൊണ്ടുപോവുകയാണ്. അതിന് പറക്കാനുള്ള ചിറകുകളുണ്ടെങ്കിലും ആഴത്തിലുള്ള വേരുകൾ ആ പക്ഷിക്കില്ല. എന്നാൽ ആ പർവ്വതത്തിന് ആഴത്തിലുള്ള വേരുകൾ അതിനുള്ളത് കൊണ്ട് അത് ദൃഢമായി നിൽക്കുകയാണ്. ഒരു വിശ്വാസിയുടെ അവന്റെ വിശ്വാസ ദൃഢത അല്ലാഹു ഉപമിച്ചിരിക്കുന്നത് ഇപ്രകാരം ഒരു വൃക്ഷത്തോടാണ്. ആ വൃക്ഷത്തിന്റെ വേരുകളുടെ ദൃഢതയെക്കുറിച്ചാണ് അല്ലാഹു സൂറത്ത് ഇബ്രാഹിമിന്റെ 24-ാമത്തെ വചനത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. അസ്ലുഹാ സാബിതും വഫർഉഹാ ഫിസ്സമാ. അസ്ലുഹ, അതിന്റെ വേരുകൾ ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അതൊരു കാറ്റത്തും മഴയത്തും കോളിളക്കങ്ങളിലും ഒടിഞ്ഞും തകർന്നും തളർന്നും പോകാതെ ശക്തമായ പേമാരിയിലും കൊടുങ്കാറ്റിലും അത് ഉറച്ചു നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ വേരുകളുള്ള ഒരു വലിയ വൃക്ഷം പോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസിയുടെ അവന്റെ വിശ്വാസത്തെക്കുറിച്ച്, ആദർശത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ആ പർവ്വതത്തിന്റെ ദൃഢതയെ കുറിക്കുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും അല്ലാഹു ഇതിന് ഉപമ പറഞ്ഞിട്ടുണ്ട്. വൈലൽ ജിബാലി കൈഫ നുസിബത്. നിങ്ങൾ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ? എങ്ങനെയാണ് അല്ലാഹു അതിനെ നാട്ടി നിർത്തിയിരിക്കുന്നത്? വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, വജഅൽനാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിഹിം. ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കുവാനായി അല്ലാഹു വലിയ വലിയ പർവ്വതങ്ങളെ ആണിക്കല്ലുകളായി അല്ലാഹു സ്ഥാപിച്ചിരിക്കുന്നു. ഞാൻ ഈ നിൽക്കുന്ന ഈ മിമ്പറിൽ
അതിന്റെ തടികൾക്കിടയിൽ ആണികൾ സ്ഥാപിച്ചു ഈ മിമ്പറിനെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലം നജഅലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വൽ ജിബാല, ഈ പർവ്വതങ്ങളെ ഔതാദ, അതിന്റെ സന്തുലിതാവസ്ഥ തെറ്റിപ്പോകാത്ത രൂപത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന ആണികളാക്കിയിരിക്കുന്നു. ഇതുപോലെ ഒരു വിശ്വാസി മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തളർന്നു പോകാതെ, വിശ്വാസത്തിൽ ബലഹീനതകളും ജീർണതകളും സംഭവിക്കാതെ, ആ പർവ്വതം എങ്ങനെയാണോ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത്, അതുപോലെ നമ്മുടെ വിശ്വാസം, നമ്മുടെ ഈമാൻ, നമ്മുടെ ആദർശബോധം ഒരു സത്യവിശ്വാസിയെ ഉറപ്പിച്ചു നിർത്തുകയാണ്. എന്നാൽ സത്യവിശ്വാസികളെ ആ ദൃഢതയും യഖീനും ഉണ്ടോ എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കണം സഹോദരങ്ങളെ. ആ വിശ്വാസവും ആ ദൃഢതയും നമ്മളിലുണ്ട് എങ്കിൽ, നാം ഒറ്റയ്ക്കാകുമ്പോൾ, നമ്മുടെ റൂമിൽ മറ്റാരുമില്ല, നാമും നമ്മുടെ മൊബൈലും മാത്രമാകുമ്പോൾ, നമ്മുടെ സ്വകാര്യതകളിൽ നാം ഒറ്റയ്ക്കാകുന്ന സന്ദർഭത്തിൽ തെറ്റുകളിലേക്കും പൈശാചികതകളിലേക്കും മോശമായ ഹീനകൃത്യങ്ങളിലേക്കും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ചിന്താഗതികളും മാറാതെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ആ വിശ്വാസത്തിൽ ദൃഢതയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പരസ്ത്രീ ബന്ധങ്ങളിലും പരപുരുഷ ബന്ധങ്ങളിലും വ്യഭിചാരങ്ങളിലും ബന്ധപ്പെട്ടു പോകാതെ, അത്തരം ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സു വഴുതി പോകാതെ, എന്റെ റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ദൃഢമായ ഒരു ബോധ്യമായ യഖീൻ നമ്മളിൽ വരുന്നുണ്ടോ സഹോദരങ്ങളെ? കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ആ ഉറപ്പായ അറിവ്, ഞാൻ നിങ്ങളെ കാണുന്നത് പോലെ, നിങ്ങൾ എന്നെ കാണുന്നത് പോലെ, ഈ ആകാശ ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ ഒരു സത്യവിശ്വാസി കാണുന്നുണ്ട് എങ്കിൽ, അവന്റെ കച്ചവടത്തിലും അവന്റെ കുടുംബ ജീവിതത്തിലും അവന്റെ സാമ്പത്തികമായ ഇടപാടുകളിലുമൊക്കെ ആ റബ്ബുൽ ആലമീനായ നാഥനെ കാണുന്നുവെങ്കിൽ, ആ വിശ്വാസത്തിന്റെ ഉറപ്പിനും ദൃഢതയ്ക്കും അനുസരിച്ചാണ് മനുഷ്യരുടെ ഈമാനികമായ ഒരു അന്തരീക്ഷത്തിൽ പാപങ്ങളിൽ നിന്ന് മാറാനുള്ള ഒരു പക്വതയും പാകതയും നമുക്കുണ്ടാകുന്നത്. നാം ചിന്തിച്ചു നോക്കേണ്ടത്, നമ്മുടെ മാതാവ് നമ്മളോടൊപ്പം 3-4 ആൾക്കാർ പ്രസവിച്ചു, അവർ വൃദ്ധരായി. നമ്മുടെ പിതാവ് മരണപ്പെട്ടു പോയി. ഉമ്മയെ സഹോദരി നോക്കട്ടെ, മൂത്ത സഹോദരൻ നോക്കട്ടെ, അല്ലെങ്കിൽ അനുജൻ നോക്കട്ടെ എന്ന് തട്ടിക്കളിക്കാതെ, എൻ്റെ ഉമ്മയെ നോക്കുന്നതിലൂടെ, എൻ്റെ ഉപ്പയുടെ മനസ്സിൽ ഒരു വേദനയുണ്ടാകാതെ ഉപ്പയെ പരിരക്ഷിക്കുന്നതിലൂടെ, എൻ്റെ മാതാവിനും പിതാവിൻ്റെ മനസ്സിലും മുറിവേൽപ്പിക്കാതെ അവരെ സംരക്ഷിക്കുന്നതിലൂടെയാണ് എൻ്റെ സ്വർഗവും എൻ്റെ പരലോകവുമെന്ന ദൃഢതയും ബോധ്യവുമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം സഹോദരങ്ങളെ. ആ യഖീൻ നമുക്കുണ്ടോ എന്ന് നാം പരിശോധിക്കണം. നമ്മുടെ അയൽവാസികളും മുസ്ലിം നാമധാരികളായ സഹോദരന്മാരും നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ലോൺ എടുത്തുകൊണ്ട് വലിയ വലിയ ബിൽഡിങ്ങുകളും കൊട്ടാരങ്ങൾ സമുച്ചയമായ ബിൽഡിങ്ങുകളും പണിയുമ്പോൾ, നമ്മുടെ മകന്റെയോ മകളുടെയോ ഒക്കെ വിവാഹമാകുമ്പോൾ ഭാര്യയും കുടുംബാംഗങ്ങളും ഒക്കെ ചോദിച്ച്, ഇങ്ങനെ ഹറാമും ഹലാലും ഒക്കെ നോക്കി ജീവിച്ചാൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ? ഈ വീടിന്റെ ആധാരം കൊണ്ടുവച്ചാൽ 10-15 ലക്ഷം രൂപ നിങ്ങൾക്ക് ലോണ് കിട്ടും. അത്തരം ഒരു സന്ദർഭത്തിലും എനിക്ക് ഈ ലോകത്ത് കാണുന്ന പേരും പ്രശസ്തിയും മഹത്വവുമല്ല എനിക്ക് വേണ്ടത്, എൻ്റെ അള്ളാഹു എന്നെ കാണുന്നുണ്ടോ എന്ന ബോധ്യത്തോടുകൂടി പലിശയിൽ നിന്ന്, ഹറാമിൽ നിന്ന്,
അതുപോലെ തന്നെ തെറ്റായ ധനസമ്പാദന മാർഗങ്ങളിൽ നിന്ന് നമുക്ക് മാറാനുള്ള ഈമാനികമായ ദൃഢതയും യഖീനുമുണ്ടോ? ആ ഉറച്ചു നിൽക്കുന്ന പർവ്വതത്തെ പോലെ, വേരുകൾ ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ആ വൃക്ഷത്തെ പോലെ തളർന്നും തകർന്നും പോകാതെ ഈമാനികമായ ദൃഢത നമുക്കുണ്ടോ സഹോദരങ്ങളെ? വിവാഹം കഴിഞ്ഞ് 4-5 വർഷമായിട്ടും ഒരു കുഞ്ഞിനെ കാണാനുള്ള, ഒരു മകനെയോ മകളെയോ കാണാനുള്ള, ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള അവസരം ലഭിക്കുന്നില്ല. ഡോക്ടറെ കണ്ടു. മതബോധത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ലാതിരുന്ന നമ്മുടെ ബന്ധുക്കൾ ഒരുപാട് ചികിത്സകളൊക്കെ നടത്തിയതല്ലേ? നമ്മുടെ പള്ളിയിലെ ഇമാമിന്റെ പിതാവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ, ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹത്തിന് വളരെ കഴിവുണ്ട്. സന്താനം ലഭിക്കാത്ത മനുഷ്യർക്ക് സന്താനം അദ്ദേഹം നേടിക്കൊടുത്തിട്ടുണ്ട്. അതിന് അദ്ദേഹം തരുന്ന മോതിരമോ അദ്ദേഹം മന്ത്രിച്ചു തരുന്ന നൂലോ ഒന്ന് കെട്ടിയാൽ നമുക്ക് സന്താനം കിട്ടും, നമ്മുടെ കച്ചവടത്തിൽ ലാഭമുണ്ടാകും, നമ്മുടെ പ്രതിസന്ധികൾ മാറും എന്ന അബദ്ധ വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ടോ? അവിടെ ആ ഇൽമുൽ യഖീൻ, ആ ദൃഢമായ ബോധ്യം, ആ ബോധ്യത്തിന്റെ മുന്നിൽ സർവ്വ അന്ധവിശ്വാസങ്ങളെയും പുറംകാലുകൊണ്ട് ചവിട്ടിയെറിയുവാനും അള്ളാഹുവും അവന്റെ റസൂലും ലോകത്തു വന്ന പ്രവാചകന്മാരും പഠിപ്പിച്ച ആദർശം മുറുകെ പിടിക്കുന്ന ആ യഖീൻ, ആ ദൃഢമായ ബോധ്യം നമുക്കുണ്ടോ എന്ന് പരിശോധിക്കണം സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ഖുത്ബയുടെ ആമുഖമായി ഞാൻ ഓതിവെച്ച വിശുദ്ധമായ ഖുർആനിലെ ആ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ വിശ്വാസ ദൃഢതയും ഈ ഗുണഗണങ്ങളും ഉള്ളവർ മാത്രമാണ് വിശ്വാസികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. ഇന്നമൽ മുഅ്മിനൂന, ഇവർ മാത്രമാണ് വിശ്വാസികൾ. ആരാണവർ? ആമനൂ ബില്ലാഹി വറസൂലിഹി, അവർ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കും. സുമ്മ ലം യർതാബു, പിന്നീട് അവർക്കൊരു സംശയവുമില്ല. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് അല്ലാഹുവിനെ ഞാൻ ദർശിക്കുന്നില്ല, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് സ്വർഗവും നരകവും നമ്മൾ ദർശിക്കുന്നില്ല. ഒരു മനുഷ്യനെ കൊണ്ട് കബറടക്കം ചെയ്താൽ അയാളുടെ രക്ഷകളും ശിക്ഷകളും നാം കാണുന്നില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മുഴുവൻ കാര്യങ്ങളിലും ഒരു സത്യവിശ്വാസി ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ, അള്ളാഹുവിന്റെ റസൂലും സത്യവിശ്വാസികളും ആ പ്രവാചകൻ എന്തൊക്കെയാണോ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്നത് അതിൽ മുഴുവനും ഞാനിതാ വിശ്വസിച്ചു. സമിഅനാ, പടച്ച റബ്ബേ ഞാനത് കേട്ടു. വഅതഅനാ, നമ്മളത് അനുസരിച്ചു. അങ്ങനെയുള്ള ആ ദൃഢതയും യഖീനും നമുക്കുണ്ടോ എന്ന് നാം പരിശോധിക്കണം സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്, അല്ലാഹുവിലും റസൂലിലും അവർ വിശ്വസിച്ചിട്ട് സുമ്മ ലം യർതാബു, പിന്നീട് അവർക്ക് സംശയമില്ല. സംശയമില്ലാത്ത ആ ദൃഢമായ ബോധ്യം നമുക്ക് വേണമെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അത് വെറും പാരായണങ്ങൾക്കപ്പുറം ആ വിശുദ്ധ ഖുർആനിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെല്ലുവാനും ആ വിശുദ്ധമായ ഖുർആൻ ഓരോന്നും നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ റബ്ബിന്റെ പ്രവർത്തനങ്ങളാണ്, നമ്മുടെ മനസ്സിന്, നമ്മുടെ ഹൃദയത്തിന് അത് ബോധ്യം വരണം സഹോദരങ്ങളെ. അങ്ങനെ നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ മനസ്സിനും ബോധ്യവും ഉറപ്പും വരുത്തുന്ന അനവധി നിരവധി ദൃഷ്ടാന്തങ്ങളാണ്, ആയാത്തുകളാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധമായ ഖുർആനിലൂടെ ഒരു ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും
ഖൽഖൻ മിൻ ബാദി ഖൽഖിൻ ഫീ ളുലുമാതിൻ സലാസ് ദാലികുമുല്ലാഹു റബ്ബുക്കും. സൂറത്തുൽ അഹ്സാബിന്റെ 6-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളെ ഉമ്മയുടെ ഉദരത്തിൽ സൃഷ്ടിച്ചു വളർത്തിയത് അല്ലാഹുവാകുന്നു. എന്നിട്ട് അല്ലാഹു പറയുകയാണ് ഖൽഖൻ മിൻ ബാദി ഖൽഖ്, ഒരു സൃഷ്ടിപ്പിന് ശേഷം മറ്റൊരു സൃഷ്ടിപ്പായി ഫീ ളുലുമാതിൻ സലാസ്, 3 അന്ധകാരങ്ങൾക്കുള്ളിൽ. വിശുദ്ധ ഖുർആൻ ഒരു സഹോദരൻ വായിക്കുമ്പോൾ, അദ്ദേഹം അത് പഠിക്കുമ്പോൾ, എന്താണ് ഈ 3 അന്ധകാരം? അദ്ദേഹത്തിന് പരിചിതമായ ഒരു ഗൈനക്കോളജിസ്റ്റിനോട് ഈ ആയത്തിൽ അല്ലാഹു ഇങ്ങനെ പറയുന്നുണ്ട്, ഈ 3 അന്ധകാരങ്ങൾക്കുള്ളിൽ ഈ കുഞ്ഞിനെ അല്ലാഹു വളർത്തുന്നു, ഒരു നവജാത ശിശുവിനെ വളർത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുമ്പോ ആ വിദഗ്ധയായ ഡോക്ടർ ആ സഹോദരന് പറഞ്ഞു കൊടുത്തത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അതും ഓർമ്മപ്പെടുത്തുന്നുണ്ടോ? 3 അന്ധകാരങ്ങൾ എന്ന് പറഞ്ഞത്, ഒന്ന് ഉമ്മയുടെ വയറാണ്, ഉദരമാണ്. 2 ഗർഭാശയമാണ്. 3-ാമത്തത് ആ കുഞ്ഞിനെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു പാടയാണ്, ഒരു പാക്കിംഗ് കവറാണ്. ഈ 3 അന്ധകാരങ്ങൾക്കുള്ളിൽ അല്ലാഹു ഒരു നവജാത ശിശുവിനെ നമ്മ ഓരോരുത്തരെയും അംഗവൈകല്യങ്ങൾ കൂടാതെ പ്രതിസന്ധികളില്ലാതെ അല്ലാഹു ഈ ഭൂമിയിൽ നമ്മെ സൃഷ്ടിച്ചതിനെ കുറിച്ച് എവിടെ നിന്നാണ് സഹോദരങ്ങളെ, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അല്ലാഹുവിന്റെ റസൂല് ഒരു ഗർഭസ്ഥ ശിശുവിന്റെ കുറിച്ച് ഒരു MBBS വിദഗ്ധനായ ഒരു ഡോക്ടർ പഠിക്കുന്നത് പോലെ എവിടെ നിന്നാണ് പ്രവാചകൻ പഠിച്ചത്? രഹസ്യ പരസ്യങ്ങൾ അറിയുന്ന, ഭാവി ഭൂതവർത്തമാനങ്ങൾ അറിയുന്ന റബ്ബുൽ ആലമീനായ നാഥൻ നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ തട്ടി ഉണർത്തിയിട്ട് അല്ലാഹു പറയുന്നു ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു. ഈ വിശുദ്ധമായ ഖുർആനിന്റെ ആയാത്തുകൾ നാം വായിക്കുമ്പോൾ അഫലാ തഅഖിലൂൻ, അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ? അഫലാ തസ്മഊൻ, നിങ്ങളത് കേൾക്കുന്നില്ലേ? അഫലാ തുബ്സിറൂൻ, നിങ്ങളത് കാണുന്നില്ലേ? അല്ലാഹുവിന്റെ ഓരോരോ ദൃഷ്ടാന്തങ്ങളും നമ്മുടെ മുന്നിൽ പരിശുദ്ധ ഖുർആനിലൂടെ വരച്ച് കാണിച്ചിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഥവാ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹുവിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന ആയാത്തുകളും ദൃഷ്ടാന്തങ്ങളും നമ്മുടെ മുന്നിൽ വരച്ച് കാണിച്ചു തന്നിട്ടും നമ്മൾ എപ്രകാരമാണ് നമുക്കിത് നിഷേധിക്കാൻ കഴിയുന്നത്? സഹോദരങ്ങളെ, ഇപ്രകാരം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ഇൽമുൽ യഖീൻ ഉണ്ടാകുന്നത്, നമ്മുടെ ഹൃദയത്തിൽ യഖീനും ബോധ്യവും ഉണ്ടാകുന്നത്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം വലിയ ഉദാഹരണങ്ങൾ, അത്തരം ചരിത്രങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന യാത്രക്കിടയിൽ ശത്രുക്കളുടെ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഗുഹയിൽ അഭയം തേടി. ആ ഗുഹയുടെ മേളിലൂടെ ശത്രുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും, അവരൊന്ന് താഴേക്ക് നോക്കിയാൽ നമ്മളെ കാണില്ല നബിയെ. വയോവിഹ്വലമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തത്, ലാ തഹ്സൻ യാ അബൂബക്കർ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറേ, അങ്ങ് വിഷമിക്കരുത്, നമ്മൾ 2 ആളല്ല ഇവിടെയുള്ളത്, 3-ാമനായ അല്ലാഹു നമ്മളോടൊപ്പമുണ്ട് എന്ന ദൃഢമായ ഒരു ബോധ്യം തന്റെ അനുചരനിലേക്ക് പകർന്നു നൽകുകയാണ്. നമ്മൾ 2 ആളല്ല അബൂബക്കറേ, 3-ാമനായി കൊണ്ട് അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. ആ യഖീൻ, ആ ഒരു ദൃഢമായ ബോധ്യം ഇന്നും ജീവിക്കുന്നതിന്റെ
നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ. അവർ താമസിച്ചിരുന്ന വീടുകളും പ്രായമായ മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങളും ഒക്കെ താമസിച്ചിരുന്ന അവരുടെ ഭൂപ്രദേശത്ത് നിന്ന് ഇസ്രായേൽ എന്ന നരാധമന്മാർ ബോംബുകൾ വർഷിച്ചപ്പോ ജീവനും കൊണ്ട് കിലോമീറ്ററുകൾക്കപ്പുറമോടി അവിടെ നിന്ന് വീണ്ടും ആ യുദ്ധമൊക്കെ കഴിഞ്ഞ് അവസാനിച്ച് അവരുടെ നാടുകളിലേക്ക് മടങ്ങി വരുമ്പോ ഭൂപടത്തിൽ എവിടെയാണ് എൻ്റെ വീട്? വെറും കോൺക്രീറ്റ് സൗധങ്ങൾ മാത്രം, ടാർപോളിൻ കൊണ്ട് കുത്തിമറച്ചിട്ട് ഇവിടെ എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ മകനും മകളും ഒക്കെ ജീവിച്ച സ്ഥലമാണ്. ഇന്നെൻ്റെ ഉമ്മയില്ല എൻ്റെ കൂടെ, എൻ്റെ മക്കളിൽ പലരുമില്ല ഇവിടെ എൻ്റെ കൂടെ, എൻ്റെ ഭാര്യ എൻ്റെ കൂടെയില്ല. അവരുടെ മനസ്സ് തളരാതെ ആ ഒരു ദൃഢമായ ബോധ്യമാണ് സഹോദരങ്ങളെ അവരവിടെ പിടിച്ചു നിർത്തുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ, അള്ളാഹുവിന്റെ വചനങ്ങളിലൂടെ അവരെ ദൃഢതയും യഖീനും. ഇത് ശാശ്വതമായ അള്ളാഹുവിന്റെ പരീക്ഷണമല്ല, അനന്തമായ ഒരു രക്ഷയും സമാധാനവും നിങ്ങൾക്ക് വരുന്നുണ്ട്. ഈ ഒരവസ്ഥയിലും അവരെ പിടിച്ചു നിർത്തുന്നത് എന്താണ്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ്. ആ ദൃഢമായ ബോധ്യമാണ് അവരെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. ഭയം കൊണ്ട് തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടില്ലേ സഹോദരങ്ങളെ അവർ? വീണ്ടും അള്ളാഹു പറഞ്ഞു, വൽ ജൂഅ, വിശപ്പ് കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ആ വിശപ്പ് കൊണ്ടുള്ള പരീക്ഷണം നമ്മൾ നേർക്കാഴ്ചയായി കണ്ടതാണ്. പൊന്നുമക്കൾ ഭക്ഷണത്തിനു വേണ്ടി കാത്തു നിന്നിട്ട് ഭക്ഷണം കിട്ടാതെ വരുമ്പോ ആ വെറും പാത്രത്തിൽ ആ ചെറിയ ധാന്യങ്ങൾ, ആ ഭക്ഷണമണികൾ കൈകൊണ്ട് അവർ കോരിയെടുക്കുന്നതും അവരുടെ ഭക്ഷണത്തിന്റെ പാത്രത്തിലേക്ക് അത് ശേഖരിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്നതിന്റെയും ചിത്രമൊക്കെ നമ്മൾ കണ്ടതാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. ഭയം കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. വൽ ജൂഅ, വിശപ്പ് കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. വനഖ്സും മിനൽ അംവാലി വൽ അൻഫുസ്, ധനനഷ്ടം കൊണ്ടും മാൽ നഷ്ടം കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. 7-8 വയസ്സുള്ള പൊന്നുമക്കൾ, എൻ്റെ ഉപ്പ ഇവിടെ ഇല്ല, എനിക്കൊരു താങ്ങാകുന്ന എൻ്റെ ഉമ്മ ഈ ഭൂമിയിലില്ല, എനിക്കാകെയുള്ളത് റബ്ബുൽ ആലമീനായ നാഥൻ മാത്രമാണ്. ചെറിയ മക്കൾ, മാതാപിതാക്കളും കുടുംബവും പേരമക്കളും ഒന്നുമില്ലാതെ ചെയ്യുന്ന വൃദ്ധരും ചെറിയ മക്കളെ കുറിച്ചും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ ആയത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാകും സഹോദരങ്ങളെ. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. ക്ഷമാശീലന്മാർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അവിടെയാണ് വിശ്വാസികളായ നാം ചിന്തിക്കേണ്ടത്. ചെറിയ ഒരു പരീക്ഷണം നമ്മെ ബാധിച്ചാൽ, നമ്മെ എന്തെങ്കിലും തളർത്തിക്കളയുന്ന ഒരു രോഗം നമ്മെ ബാധിച്ചാൽ, ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോ തലവേദനയാണെന്ന് പറഞ്ഞു, ഒരു MRI ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ തിരുവനന്തപുരത്തെ ശ്രീചിത്രയിലേക്ക് പോകണം. അവിടെ ചെന്നപ്പോ ബ്രെയിൻ ട്യൂമർ ആണെന്ന് കേൾക്കുമ്പോ നമ്മൾ തളർന്നു പോകുന്നവരാണോ സഹോദരങ്ങളെ? ഇവിടെയാണ് അല്ലാഹു പറഞ്ഞത്, പരീക്ഷണങ്ങളിൽ തളരാതെ പിടിച്ചു നിൽക്കുന്നവർക്ക് വബശ്ശിരിസ് സ്വാബിരീൻ, സന്തോഷ വാർത്ത അറിയിക്കുക. ആ സന്തോഷ വാർത്തയും അല്ലാഹുവിലുള്ള പ്രതീക്ഷയും ഉണ്ടാകുന്നത് വിശ്വാസത്തിൽ ദൃഢതയും ഉറപ്പുമുള്ളവർക്കാണ് സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവർക്ക് എന്തെങ്കിലും വിപത്തുകൾ അവരെ ബാധിച്ചാൽ, കച്ചവടം നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥാപനം ഒന്ന് മാറണമെന്ന് പറഞ്ഞു, സാമ്പത്തികമായ വല്ലാത്ത പ്രതിസന്ധി നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുത്തുമ്പോ, രോഗങ്ങൾ നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തുമ്പോ, ഖാലു, അവർ വിളിച്ചു പറയും, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രഖ്യാപനം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
തീർച്ചയായും ഞങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളവരാണ്. വഇന്നാ ഇലൈഹി റാജിഊൻ, ആ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. അങ്ങനെയുള്ള സഹനവും ക്ഷമയും അവധാനതയുമുള്ളവർ, പരീക്ഷണങ്ങളിൽ പിച്ചും പേയും പറയാത്തവർ, പരീക്ഷണങ്ങളിൽ മനസ്സ് തളർന്നു പോകാത്തവരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം, അവരുടെ മേലാണ് അള്ളാഹുവിന്റെ സ്വലവാത്തും വറഹ്മ, റബ്ബിന്റെ കാരുണ്യവും അവന്റെ രക്ഷയും അത്തരം ആൾക്കാരിലാണ്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് യഥാർത്ഥ സന്മാർഗികൾ. അഥവാ ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ലോകത്ത് നമുക്ക് സന്തോഷങ്ങൾ മാത്രമല്ല സങ്കടങ്ങളും കടന്നു വരും. നമ്മുടെ ജീവിതത്തിൽ ആഹ്ലാദങ്ങളും സന്തോഷങ്ങളും മാത്രമല്ല, വിപത്തുകളും സങ്കടപ്പെടുത്തുന്ന പരീക്ഷണങ്ങളും വരുമ്പോ ഒരു വിശ്വാസി, ദൃഢതയുള്ള വിശ്വാസി, ആദർശബോധമുള്ള വിശ്വാസി, അയാൾ തളർന്നും തകർന്നും പോകാതെ പിടിച്ചു നിൽക്കും. എന്നാൽ പരീക്ഷണങ്ങളിൽ തകർന്നു പോകുന്ന മനുഷ്യരെ കുറിച്ച് അള്ളാഹു ഉപമിക്കുന്നത് ഒരു മോശമായ വൃക്ഷത്തെ കുറിച്ചാണ്. അള്ളാഹു അവിടെ പറഞ്ഞത് ഭൂതലത്തിൽ നിന്നത് പിഴുതെറിയപ്പെടും. ചെറിയൊരു കാറ്റിലോ പരീക്ഷണത്തിലോ തളർച്ചയിലോ അവൻ തളർന്നു പോകും മാനസികമായി. മാലഹാമിൻ ഖറാർ, ആ വൃക്ഷത്തിന് ഭൂമിയിൽ യാതൊരു ഉറപ്പും ഉണ്ടാവുകയില്ല. അഥവാ യാതൊരു ആദർശ ബോധ്യവും പടച്ചവരിൽ നിന്നുള്ള പ്രതിഫലവും അവൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു നമുക്ക് നൽകുന്ന വേദനകളിലും സാമ്പത്തികമായ പ്രതിസന്ധികളിലും ഒരു മനുഷ്യൻ ആശ്വാസം നേരിടുമ്പോ, അതിൽ ക്ഷമിക്കുമ്പോ അള്ളാഹു പകരം നൽകുന്നത് സ്വർഗമാണ് സഹോദരങ്ങളെ. എന്നാൽ വിശ്വാസത്തിൽ ചാഞ്ചാടുന്നവരെ കുറിച്ച്, പരീക്ഷണങ്ങളിൽ പതറിപ്പോകുന്നവരെ കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തി. സൂറത്തുൽ ഹജ്ജിന്റെ 11-ാമത്തെ വചനം, വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ്, മനുഷ്യരിൽ നിന്ന് ചില ആൾക്കാരുണ്ട്, അവർ ഒരു ഓരത്ത് നിന്നുകൊണ്ടാണ് അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ജീവിതത്തിൽ ആഹ്ലാദവും സന്തോഷവും അനുഗ്രഹങ്ങളും ഉണ്ടാകുമ്പോൾ അവർ വളരെ സംതൃപ്തരാകും, അവർ വളരെ സന്തോഷിതരാകും. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ കടന്നു വന്നാൽ, പ്രതിസന്ധികൾ കടന്നു വന്നാൽ, സങ്കടപ്പെടുത്തുന്ന മാനസികമായ പ്രയാസപ്പെടുത്തുന്നത് എന്തെങ്കിലും കടന്നു വന്നാൽ, അവരുടെ സമനില തെറ്റിപ്പോകും, അവരുടെ മനസ്സ് തളർന്നു പോകും, വിഷാദം അവരെ പിടികൂടും. ദുനിയാവിലും ആഖിറത്തിലും അവർ പരാജയപ്പെടും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്, ദുനിയാവിൽ മാത്രമല്ല നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത്, വല്ലാഖിറ, പരലോകത്തും പരാജയപ്പെട്ടു പോകും. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അത് തന്നെയാണ് വമ്പിച്ച പരാജയം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല്, നമ്മുടെ മനസ്സ് മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം സമുദ്രത്തിന്റെ തിരമാലകൾ പോലെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ റസൂല് നിരന്തരം പ്രാർത്ഥിക്കാറുള്ള, അധികമായി പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയാണ്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ നാഥ, സബ്ബിത്ത് ഖൽബി അലാ ദീനിക്, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ റബ്ബേ. പരീക്ഷണങ്ങളിൽ തളർന്നു പോകാതെ, പ്രതിസന്ധികളിൽ തകർന്നു പോകാതെ, മനസ്സിൽ വിഷാദ രോഗങ്ങളിലേക്ക് പോകാതെ, ഉറപ്പുള്ള ഒരു ജഡവൃക്ഷത്തെ പോലെ, ഉറപ്പുള്ള ഒരു പർവ്വതത്തെ പോലെ എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തേണമേ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു, യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലിസ് സാബിത്, സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളായ വിശ്വാസികളെ, യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലിസ് സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയ വൽ ആഖിറ, സത്യവിശ്വാസികളെ ആ പരിശുദ്ധമായ വാക്യം കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം കൊണ്ട്, പരിശുദ്ധ ഖുർആൻ കൊണ്ട്, യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. എവിടെ? ഫിൽ ഹയാത്തിദ് ദുനിയ വ ഫിൽ ആഖിറ, ഈ ലോകത്തും നാളെ പരലോകത്തും.
അത്തരം ഉറപ്പിച്ചു നിൽക്കുന്ന അള്ളാഹുവിന്റെ കാവലും സംരക്ഷണവും